ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ പൊളിഞ്ഞാൽ ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയൊരു യുദ്ധത്തിന് കളമൊരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കരയിലും കടലിലും ആകാശത്തുമൊക്കെ സൈനിക വിന്യാസം നടത്തി ഇറാനെ മുട്ടിക്കുകയാണ് അമേരിക്ക. പക്ഷെ അപ്പോഴും കുലുങ്ങാതെ ഇറാൻ നിൽക്കുന്നതിനു പിന്നിലെ രഹസ്യം ചെയ്യുകയാണ് ലോകം. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കവെയാണ് വെറും 24 മണിക്കൂറിനുള്ളിൽ 50-ലധികം അത്യാധുനിക പോർ വിമാനങ്ങളെ അമേരിക്ക മേഖലയിൽ വിന്യസിച്ചത്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സ്റ്റെൽത്ത് വിമാനമായ F-22 റാപ്റ്റർ, അത്യാധുനിക F-35, F-16 എന്നിവയാണ് ഇറാന്റെ അതിർത്തികൾക്ക് ചുറ്റുമായി അണിനിരന്നിരിക്കുന്നത്. ഇതിനു പുറമെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനങ്ങളും സജ്ജം. ഇത് ദീർഘകാല ഓപ്പറേഷനുകൾക്കുള്ള സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ആകാശത്ത് നിന്നുമുള്ള ഭീഷണിക്ക് പിന്നാലെ കടൽ മാർഗവും അമേരിക്ക ഇറാനെ വളയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3 ഡിസ്ട്രോയർ കപ്പലുകളും ഇതിനെ അനുഗമിക്കുന്നുണ്ട്. അറബിക്കടലിൽ നിലവിലുള്ള USS എബ്രഹാം ലിങ്കന് പുറമെ ജെറാൾഡ് ഫോർഡ് കൂടി എത്തുന്നതോടെ 2 സൂപ്പർ കാരിയറുകളുടെ വമ്പൻ സൈനിക ശക്തിയാകും മേഖലയിൽ കേന്ദ്രീകരിക്കുക. ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തരായ ജാരഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനീവയിൽ ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത്. ട്രംപ് നിശ്ചയിച്ച അതിർവരമ്പുകൾ ലംഘിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് തുറന്നടിച്ചു. നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നടപടി തന്നെയാകും അടുത്ത നീക്കമെന്ന് ട്രംപ് ഭരണകൂടം ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി ഇറാനും തിരിച്ചടിക്കാൻ സജ്ജമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു. വരും ആഴ്ചകളിൽ ഇറാൻ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും പശ്ചിമേഷ്യയിൽ സമാധാനമാണോ അതോ വൻ യുദ്ധമാണോ വരാനിരിക്കുന്നത് എന്ന് നിശ്ചയിക്കപ്പെടുക. 2018 അമേരിക്ക പിന്മാറിയ ആണവ കരാറിന് പകരമായി ഒരു പുതിയ ഉടമ്പടിയിലെത്താൻ ഇറാന് സാധിച്ചിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ട്രംപിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇവയെല്ലാം ഇറാനെതിരെ ഒരു യുദ്ധസന്നാഹത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നവയാണ്. ഇറാനെതിരെ സൈനിക നടപടി വേണോ എന്ന കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ആക്രമണം നടത്താൻ തീരുമാനിച്ചാൽ തന്നെ അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കുമെന്ന കാര്യത്തിലും അവ്യക്തതയാണ്. ഇറാന്റെ നിലവിൽ തകർച്ച നേരിടുന്ന ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുകയും അവരുടെ മിസൈൽ ശേഷി തകർക്കുകയും ചെയ്യുക എന്നതാണോ അതോ നിലവിൽ ഇറാൻ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുക എന്നതാണോ ട്രംപിന്റെ പദ്ധതി എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. നിലവിലെ US സൈനിക നീക്കം വലിയ തോതിലുള്ള ഒന്നാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും മുൻകാല യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പരിമിതമാണ്. 1991 ഗൾഫ് യുദ്ധത്തിലോ 2003 ഇറാഖ് അധിനിവേശത്തിലോ അമേരിക്ക വിന്യസ്ത സൈനിക ആസ്തികളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് US വ്യോമസേനയുടെ വലിപ്പം ഇപ്പോൾ കുറവാണ്. കൂടാതെ നിലവിലെ നീക്കത്തെ പിന്തുണയ്ക്കാൻ അന്താരാഷ്ട്ര സഖ്യകക്ഷികളോ കരസേനകളോ രംഗത്തില്ല. ഇറാനെതിരെ ഇസ്രായേൽ നേരിട്ട് ആക്രമണത്തിൽ പങ്കുചേരുന്നില്ലെങ്കിൽ അമേരിക്ക ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരും. ഒരു യുദ്ധമുണ്ടായാൽ അതിനുശേഷമുള്ള സാഹചര്യം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. സൈന്യം ആക്രമണത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും സൈനിക നടപടിയാണോ ഏറ്റവും നല്ല മാർഗമെന്ന കാര്യത്തിൽ ട്രംപ് ഇപ്പോഴും സംശയാലുവാണ്. എന്നാൽ യുദ്ധത്തെക്കാൾ നയതന്ത്ര കരാറാണ് അഭികാമ്യമെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. നിലവിലെ സൈനിക വിന്യാസം ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും അവരെ കൊണ്ട് അനുകൂലമായ കരാറിൽ ഒപ്പിടുവിക്കാനുമുള്ള ട്രംപിന്റെ തന്ത്രമാണോ എന്നും വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാനും നടത്തിയിട്ടുണ്ട്. മേഖലയിലെ US സൈനിക താവളങ്ങളെ തകർക്കാൻ ശേഷിയുള്ള വൻ മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമുണ്ട്. കൂടാതെ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള തങ്ങളുടെ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ ടെഹ്റാൻ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുക എന്നതായിരിക്കും ഇറാന്റെ ഏറ്റവും വലിയ നീക്കം. നിലവിൽ മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്താനുള്ള ശേഷി ഇറാനുണ്ട്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റ് മറ്റൊരു രക്തരൂഷിതമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത ഏതാനും ദിവസങ്ങൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.